ഛായാമോ ധവളാവഗുണ്ഠണവതി തേജോമയീ നൈഷ്ഠികീ സ്നിഗ്ധാപാംഗവിലോകിനീം ഭഗവതി മന്ദസ്മിതശ്രീമുഖീ വാത്സല്യാമൃതവർഷിണീം സുമധുരം സങ്കീർത്തനാലാപിനീ ശ്യാമാംഗീ മധുസിദ്ധസൂക്തിം അമൃതാനന്ദാത്മികാ ഈശ്വരീ ഗജാനനം ഭൂതഗണാദിസേവിതം കപിത്വചംഭൂ ഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം കൂജന്തം രാമ രാമേഭി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാം ശാഖാ വന്ദേ വാത്മീകി കോകിലം. ഓം ഹരിശ്രീ ഗണപതേ നമഃ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ. ശ്രീരാമ രമാപതേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ, ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ. ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ. ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. തന്നുടെ ഗുരുവായ വസിഷ്ഠ നിയോഗത്താൽ മന്നവൻ വൈഭണ്ഡകൻ തന്നെയും വരുത്തിനാർ. ശാലയും പണി ചെയ്തു സരയൂ തീരത്തിങ്കൽ ഭൂലോകപതിയാകം ദീക്ഷിച്ചാനതു കാലം. ഋഷ്യശൃംഖനാൽ ചെയ്പ്പെട്ടൊരാഹൂതിയാലേ വിശ്വദേവതാഗണം തൃപ്തമായതു നേരം. ഹേമപാത്രസ്ഥമായ പായസത്തോടും കൂടി ഹോമകുണ്ടത്തിൽ നിന്നു പൊങ്ങിനാൻ വഹ്നിദേവൻ.
താവകം പുത്രിയമിൻ പായസം കൈക്കൊള്ളുക നീ ദേവനിർമ്മിതമെന്നു പറഞ്ഞു പാവകൻ. ഭൂപതി പ്രവരന് കൊടുത്തു മറഞ്ഞിതു താപസാജ്ഞയാ പരിഗ്രഹിച്ചു നൃപതിയും. ദക്ഷിണ ചെയ്തു നമസ്കരിച്ചു ഭക്തിപൂർവം ദക്ഷനാം ദശരഥൻ തൽക്ഷണം പ്രീതിയോടെ. കൗസല്യാദേവി കഥം കൊടുത്തുവരൻ ശൈഥില്യാത്മനാ പാതി നൽകിനാൻ കൈകേയിക്കും. അന്നേരം സുമിത്രയ്ക്കു കൗസല്യാദേവി താനും തന്നെ പാതി കൊടുത്തിടിനാൾ മടിയാതെ. ഉച്ചത്തിൽ പഞ്ചഗ്രഹം നിൽക്കുന്ന കാലത്തിങ്കൽ അച്യുതനയോധിയിൽ കൗസല്യാത്മജനായ നക്ഷത്രം പുനർവസു നവമിയല്ലോ തിഥി. നക്ഷത്രാധിപനോട് കൂടവേ ബൃഹസ്പതി കർക്കടകത്തിലത്യുച്ഛസ്ഥിതനായിട്ടല്ലോ അർക്കനുമത്യുച്ഛസ്ഥനുദയം കർക്കടകം. അർക്കജൻ തുലാത്തിലും ഭാർഗവൻ മീനത്തിലും വക്രനോ ഉച്ചസ്ഥനായി മകരം രാശി തന്നിൽ നിൽക്കുമ്പോൾ അവതരിച്ചിടിനാൻ ജഗന്നാഥൻ. ദിക്കുകളൊക്കെ പ്രസാദിച്ചു ദേവകളും. അമൃതേശ്വരി നമഃ. ഭാരതീയ ഇതിഹാസ കാവ്യമായ ശ്രീരാമായണത്തിലെ അതിപ്രശസ്തമായ പുത്രകാമേഷ്ടി യാഗവും ശ്രീരാമാവതാരവുമാണ് ഇന്ന് പാരായണം ചെയ്തത്. സന്താന സൗഭാഗ്യമില്ലാതിരുന്ന ദശരഥ മഹാരാജാവ് വസിഷ്ഠ മഹർഷിയുടെ നിർദ്ദേശപ്രകാരം ഋഷിശൃംഗനെ അയോധ്യയിലേക്ക് ക്ഷണിച്ചു വരുത്തി. സരയൂ നദിയുടെ തീരത്ത് തയ്യാറാക്കപ്പെട്ട യജ്ഞശാലയിൽ അശ്വമേധവും തുടർന്ന് പുത്രകാമേഷ്ടി യാഗവും ഋഷിശൃംഗൻ വളരെ ഭക്തിപൂർവ്വം നടത്തി. ദേവന്മാരായ തയ്യാറാക്കപ്പെട്ട ദിവ്യമായ പായസത്തോടുകൂടി അഗ്നിദേവൻ ഹോമകുണ്ഡത്തിൽ നിന്നും പ്രത്യക്ഷനായി. മഹാരാജാവിന് സന്താന സൗഖ്യം ലഭിക്കുന്നതിനായി ലഭിച്ച ദിവ്യമായ പായസത്തെ കൗസല്യ, കൈകേയി, സുമിത്ര എന്നീ ഭാര്യമാർക്ക് പകുത്തു നൽകുന്നു. 10 മാസം കഴിഞ്ഞപ്പോൾ ചൈത്രമാസത്തിൽ ശുക്ലപക്ഷത്തിലെ നവമി ദിവസം ശുഭകർക്കിടക ലഗ്നത്തിൽ 5 ഗ്രഹങ്ങൾ ഉച്ചസ്ഥാനത്തും സൂര്യൻ മേടരാശിയിലും നിൽക്കെ സനാതനനും പരമാത്മാവുമായ ജഗത് സ്വാമി ജാതനായി. അസുര ചക്രവർത്തിയായ രാവണനെ നിഗ്രഹിക്കാൻ മഹാവിഷ്ണു അവതരിച്ച രൂപമാണ് ശ്രീരാമാവതാരം. ഭക്തിപൂർവ്വം നിഷ്കാമമായി ചെയ്യുന്ന ഏതു കർമ്മത്തിലും ഈശ്വരൻ പ്രസാദിക്കുമെന്ന പരമമായ സത്യത്തെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഓം നമഃ ശിവായ.